Opening hours with MyFin. ഏതായാലും മാർക്കറ്റിൻ്റെ മറ്റു കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ കൂടി അറിയേണ്ടതുണ്ട്. അതിനായി ഇപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ ഇൻഹൗസ് എക്സ്പേർട്ടായ ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാറാണ്. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, ഇന്ന് മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമ്മൾ ഇന്നലെ കണ്ടതാണ് 26,000 എന്നൊരു നില തിരികെ പിടിച്ചായിരുന്നു കൂടി. മാത്രമല്ല ഇന്നൊരു ട്രേഡിംഗ് തുടങ്ങിയപ്പോൾ ഒരു ഫ്ലാറ്റ് ഇടിവ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇപ്പോൾ ഈ ഒരു മിനിറ്റ് നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലോട്ട് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. നിഫ്റ്റി 50യിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്തൊക്കെയാണ്? വിഷ്ണു, നിഫ്റ്റി 50യുടെ കേസിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്ന മേജർ റെസിസ്റ്റൻസ് 26,100 പോയിന്റ് ആയിരുന്നു. ഇന്നലെ ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചതിനെ തുടർന്ന് വീണ്ടും ഷോർട്ട് ടേമിൽ നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ നമുക്കറിയാം ഡിഫൻസ് സ്റ്റോക്സിലും റെയിൽവേ സ്റ്റോക്സിലൊക്കെ വലിയൊരു മുന്നേറ്റമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ആൻഡ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സെക്ടറിൽ എസ്പെഷ്യലി ഡിഫൻസ് ആൻഡ് ഓൾസോ ഇൻ ദ IT സെക്ടർ ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് കാര്യമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് ഈ ഒരു സെക്ടറിൽ കാണാൻ സാധിക്കാതെ പോകുന്നത്. സർ, നിഫ്റ്റി ബാങ്കിങ് സൂചികയിലോട്ട് വരുമ്പോഴും നമുക്ക് നിഫ്റ്റി 50ക്ക് സമാനമായൊരു ട്രേഡിംഗ് തന്നെയാണ് കണ്ടത്. രാവിലെ ഒരു ഫ്ലാറ്റ് ഇടുവായിരുന്നു, എന്നാൽ ഇപ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലോട്ട് മാറിയിട്ടുണ്ട്. 59,357 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. നിഫ്റ്റി ബാങ്കിങ് സൂചികയിൽ താങ്കൾ ഇപ്പോൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും അണ്ടർടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് ഓൺലി തിങ് ഈസ് ഇന്ന് നമുക്ക് ബാങ്കിങ് മേജർ സ്റ്റോക്സിൽ ഒന്നും തന്നെ കാര്യമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നില്ല. ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് 59,600 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. പ്രദീപ്, ഗുഡ് മോർണിംഗ്. പ്രദീപ് മോർണിംഗ് സൂരജ്. പ്രദീപ്, ഞാൻ ഇന്ന് ഓപ്പണിംഗ് അവേഴ്സിൻ്റെ ഈ ഷോയുടെ തുടക്കം തന്നെ നമ്മൾ ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ്, നമുക്കറിയാലോ, നമുക്ക് രണ്ടുപേർക്കും അറിയാം, നമ്മുടെ ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസിൽ മുരുകപ്പ ഗ്രൂപ്പിന് മാർക്കറ്റ് കൊടുക്കുന്ന ക്രെഡിബിലിറ്റി നമ്മൾ ഏതാണ്ട് ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കാണുന്നത്. അത് മാത്രമല്ല അവർ ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ അവരുടെ മെയിൻ ബിസിനസ് ആ ചോളമണ്ഡലം എന്ന് പറയുന്ന ഫിനാൻസ് കമ്പനിയാണ്. ഓഫ് കോഴ്സ് ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യ ഉണ്ട്, EID പാരി ഉണ്ട്, CG പവർ ഉണ്ട്, അങ്ങനെ പല കമ്പനികളും ഗ്രൂപ്പായിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് ഇവിടെയാണ് എന്നുള്ള കാര്യം, ഫിനാൻഷ്യൽ സെക്ടറിലാണെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഓപ്പണിംഗ് ഹൗസിൽ പറഞ്ഞിരുന്നു, അതായത് കോബ്ര പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ശരിക്കും പറഞ്ഞാൽ അതിനെ ഈ മുരുകപ്പ ഗ്രൂപ്പിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വലിയൊരു അലഗേഷൻ, അതായത് അവർ പറയുന്നത് വെച്ചാൽ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരുപാട് എന്താ പറയുക സ്റ്റാറ്റ്യൂട്ടറി ഫയലിങ്ങും പബ്ലിക് ഡിസ്ക്ലോഷേഴ്സും അവർ പഠിച്ചപ്പോൾ അതിനകത്ത് ഒരുപാട് ക്യാഷ് ട്രാൻസാക്ഷൻ, ഇല്ലീഗലായിട്ടുള്ള പൈസ ട്രാൻസ്ഫർ, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്, അതായത് നമ്മുടെ നേരിട്ടുള്ള കണ്ണുകളോ അല്ലെങ്കിൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സോ രേഖപ്പെടുത്താത്ത ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള ട്രാൻസാക്ഷൻ നടക്കുന്നു എന്നുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണ് ഈ കോബ്ര പോസ്റ്റ് ഒന്ന് പുറത്തുവിട്ടത്. അത് കാരണം തന്നെ എനിക്കൊന്ന് ഇന്നലെ ഏതാണ്ട് സ്റ്റോക്ക് 4%, 5% ഡൗൺ ആയിരുന്നു എന്നുള്ള. എന്നാൽ രാത്രി ആയപ്പോഴത്തേക്കും ഈ സെൽ സൈഡ് അനലിസ്റ്റുകൾ പറഞ്ഞു വെച്ചാൽ അങ്ങനെ ഒരു സംഭവം നടക്കാൻ ചാൻസ് ഇല്ല, ഇതെല്ലാം സ്പെക്കുലേറ്റീവ് ആണ് എന്നുള്ളതാണ്. ചോളമണ്ഡലത്തിൽ നല്ല രീതിയിൽ ഷോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഇന്ന് അത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് 5% to 6% അപ്പാണ് എന്നുള്ള. അപ്പം ഞാൻ ഈ ഒരു കാര്യം ജസ്റ്റ് ഓപ്പണിംഗ് ഹവേഴ്സിൻ്റെ തുടക്കം ഒന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ പ്രദീപാണ് ഗസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്ന് ചോദിക്കണം എന്താണെന്ന്. പ്രദീപ്, ഇതിനെക്കുറിച്ചുള്ള പ്രദീപിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? ഇതിൻ്റെ ചാർട്ട്, അതായത് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ് കാണിക്കുന്നത് എന്തെങ്കിലും അതിനകത്തൊരു ക്യാൻ വി ഹിയർ സംതിങ് ദ ജനറൽ മാർക്കറ്റ് കാൺ ഹിയർ? നമ്മൾ ഈ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദാറ്റ് ദ ചാർട്ട് ഓൾവേസ് മൂവ്സ് അഹെഡ് ഓഫ് ദ മാർക്കറ്റ്. നമ്മളിപ്പോൾ GDP ഫിഗേഴ്സ് അല്ലെങ്കിൽ IIP ഫിഗേഴ്സ് മുതലായ ഫിഗേഴ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ദേ ആർ ഓൾ വാട്ട് ആർ കോൾഡ് ലാഗ് ഇൻഡിക്കേറ്റേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വി ആർ നൗ ഇൻ ദി 3rd quarter ഓഫ് ദ കറന്റ് ഫൈനാൻഷ്യൽ ഇയർ. സോ ഡിസംബർ ക്വാർട്ടറിന്റെ നമുക്ക് ആ GDP ഫിഗേഴ്സ് ലഭിക്കാൻ പോകുന്നത് ഏകദേശം ഒരു ഫെബ്രുവരി മാസത്തിൽ ലഭിക്കത്തുള്ളൂ. സോ ഇറ്റ് ഈസ് ഓൾവേസ് ബാക്ക്വേർഡ് ലുക്കിംഗ്, നെവർ ഫോർവേഡ് ലുക്കിംഗ്. ബട്ട് നമ്മളൊരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് സ്റ്റഡി ചെയ്യുന്ന സമയം അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിന്റെ ഒരു ചാർട്ട് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ദേ ആർ ആക്ച്വലി ലീഡ് ഇൻഡിക്കേറ്റേഴ്സ്. അതായത് ഒരു ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ ബാഡ് ന്യൂസ് വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ ആ ചാർട്ട് കെയർഫുൾ ആയിട്ട് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഒരു സൂചന ലഭിക്കും. ഇതിന്റെ ഒരു നല്ലൊരു എക്സാമ്പിൾ ഏകദേശം ഒരു ഒക്ടോബർ മാസത്തിൽ തന്നെ നിഫ്റ്റി ഇൻഡെക്സ് അത്രയും ബെയറിഷ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ആ ചാർട്ട് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇൻഡിക്കേഷൻ ലഭിച്ചിരുന്നു ദാറ്റ് വി ആർ ഓൾറെഡി അറ്റ് ദ ബോട്ടം. Now, coming to specifically Cholamandalam.
ചോളമണ്ഡലത്തിന്റെ കേസിൽ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ഓഗസ്റ്റ് മാസത്തിൽ വെറും 1400 രൂപയിൽ ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്ക് പെട്ടെന്ന് അടുത്ത 3 മാസത്തിനിടെ നല്ലൊരു നേട്ടമായിരുന്നു നൽകിയത്, എലോങ് വിത്ത് ഓബ്വിയസ്ലി ദ ഫൈനാൻഷ്യൽ സർവീസസ് സെക്ടർ. ആൻഡ് 1780 രൂപയിലായിരുന്നു അതിന്റെ ഒരു പീക്ക് കാണാൻ സാധിക്കുന്നത്. ഒക്ടോബർ മാസത്തിന് ശേഷം നവംബർ മാസം വരെ ഈ ഒരു സ്റ്റോക്ക് സൈഡ് വേസ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തത്. ഇൻഫാക്ട് നമ്മൾ ഡിസംബർ മാസത്തിന്റെ ഒരു പീക്ക് ലെവൽ നോക്കുമ്പോഴേക്കും I can see that there's a pattern which is called a double top. ഈ ഡബിൾ ടോപ്പ് പാറ്റേൺ എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് ഒരേ ലെവലിലോട്ട് 2ാം തവണ എത്തിച്ചേരുന്നു, അതിനുശേഷം ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനത്തെ ഒരു പാറ്റേണോ നമുക്ക് ചോളമണ്ഡലത്തിൽ കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഡിസംബർ ആദ്യത്തെ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ തന്നെ നമുക്കൊരു സെല്ലിംഗ് പ്രഷർ വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച തന്നെ ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിരുന്നു. ഇത് ഒരുപക്ഷെ ബിക്കോസ് ഓൾറെഡി ഷോർട്ട് പൊസിഷൻസ് ഹാഡ് ബീൻ ബിൽറ്റ് അപ്പ്. നൗ അതിനുശേഷം നടന്നിരിക്കുന്ന കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും നമുക്ക് ഹെവി സെല്ലിംഗ് ആണ് നടന്നിരിക്കുന്നത്. അതിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡിൽ പോലും ലോങ് ടേം ബുള്ളിഷ് ട്രെൻഡിൽ ഒരു ഭീഷണി കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്, ലോങ് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ്. ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്ന റിക്കവറി ഇറ്റ് ഇസ് ഓൺലി ഷോർട്ട് കവറിങ്, അതായത് ഈ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ എടുത്തിരിക്കുന്ന ഷോർട്ട് പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. സോ ദാറ്റ് ഈസ് എ ഷോർട്ട് കവറിങ്. സോ നാച്ചുറലി നമ്മൾ ഇതിന് മുൻപ് ഇന്നിപ്പോ കോബ്ര പോസ്റ്റിനെ കുറിച്ചായിരുന്നു സൂചിച്ച് സംസാരിച്ച്. ഇതിന് മുൻപ് നമുക്കറിയാം അഡാനി ഗ്രൂപ്പിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു ബെയർ അറ്റാക്ക് നടന്നിരുന്നു ഏകദേശം ഒരു 2-3 വർഷങ്ങൾക്ക് മുൻപ്. സോ ബേസിക്കലി വി ഹവ് ഗോട്ട് ടു ബി എക്സ്ട്രീംലി വിജിലന്റ്, വി ഹവ് ഗോട്ട് ടു ബി എക്സ്ട്രീംലി കെയർഫുൾ. ഇതിന്റെ അകത്ത് നമ്മൾ കോബ്ര പോസ്റ്റിന്റെ റിപ്പോർട്ട്സ് ശരിയാണോ തെറ്റാണോ എന്ന് ഐ കനോട്ട് ബേസിക്കലി കമന്റ് ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ആക്സസ് ടു ദാറ്റ് കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ. ബട്ട് ആസ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫണ്ടമെന്റൽസും സ്റ്റഡി ചെയ്യണം, ചാർട്ടും സ്റ്റഡി ചെയ്യണം. അറ്റ് എവറി ഗിവൺ പോയിന്റ് ഓഫ് ടൈം നമ്മൾ റിസ്ക് ആൻഡ് റിവാർഡ് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. സോ റിവാർഡ് ഈസ് നോട്ട് കമൻസ്ട്രേറ്റ് വിത്ത് റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പൊസിഷൻ ഡെഫിനറ്റ്ലി പ്രൊവാക്റ്റീവായിട്ട് മാനേജ് ചെയ്യണം. നമുക്കൊരു സെല്ലിങ്ങിന് ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു സെൽ, വെയിറ്റ് സേഫ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി. പ്രദീപ്, അതിൻ്റെ ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ പ്രദീപ് ഇപ്പോൾ പറഞ്ഞല്ലോ, അതായത് ചോളമണ്ഡലത്തിൽ ഒരു ഡെഡ് കാറ്റ് ബൗൺസ് ആണ് സാധാരണ സംഭവിക്കുന്നത് ഇപ്പോൾ എന്നാണ്. ഓഫ് കോഴ്സ് എഗ്രീഡ്. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ചോളമണ്ഡലത്തിൻ്റെ ആ മുരുകപ്പ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ നമുക്കറിയാം കാർബറൻഡം, യൂണിവേഴ്സൽ ഉണ്ട്, ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യ ഉണ്ട്, അങ്ങനെ ഒരുപാട് ലിസ്റ്റഡ് കമ്പനീസ്, കോറമെൻ്റൽ എഞ്ചിനീയറിംഗ്, കോറമെൻ്റൽ ഇൻ്റർനാഷണൽ, ഇങ്ങനത്തെയൊക്കെ കമ്പനികൾ ഉണ്ടെങ്കിൽ പോലും ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ബോറിംഗ് ബിസിനസ്സുകളാണ്. അതായത് ഇത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ലെഗസി ബിസിനസ്സുകളാണെന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം. പക്ഷേ എന്നാൽ മുരുകപ്പയുടെ സ്റ്റേബിളിൽ നിന്ന് പണ്ട് മുതലേ ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനിക്ക് ഒരു പ്രീമിയം മാർക്കറ്റ് കൊടുത്തിരിക്കുന്നു എന്നുള്ള പോലെ തന്നെ അടുത്ത കാലത്ത് നമ്മുടെ ഈ ഡേറ്റാ സെൻറ്റർ അല്ലെങ്കിൽ ചിപ്പ് മാനുഫാക്ചറിങ് എന്നുള്ള രീതിയിൽ CG പവർ കമ്പനി എന്ന് പറയുന്നത് വളരെ വലിയ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആയിരുന്നു എന്നുള്ള കാര്യം പ്രദീപിന് നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ ഈ മുരുകപ്പ ഗ്രൂപ്പിന് എഗെയിൻസ്റ്റ് ആണ് കംപ്ലൈൻറ്റ്, ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് ആണ് ദ മാൻ ഇൻ ക്വസ്റ്റ്യൻ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ പോലും മുരുകപ്പ ഗ്രൂപ്പിൻ്റെ ക്രെഡിബിലിറ്റിയാണ് ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ വളരെ അൺനാച്ചുറൽ ആയിട്ടുള്ള വാല്യുവേഷൻസിലാണ് CG പവർ ട്രേഡ് ചെയ്യണമെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ പ്രദീപ്. കാര്യം മാർക്കറ്റ് അതിന് കൊടുത്തിരിക്കുന്ന പ്രീമിയം എന്താ? ഈ സെമി കണ്ടക്ടർ ചിപ്പ് മാനുഫാക്ചറിങ് ഡേറ്റാ സെൻറ്റർ ഇൻഡസ്ട്രിയിൽ മുരുകപ്പ ഗ്രൂപ്പ് പോലെ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് എൻ്റർ ചെയ്യുമ്പോൾ അതിൽ വലിയ വലിയ പ്ലാൻസ് ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് മാർക്കറ്റ് അതിന് കൊടുത്തിരിക്കുന്ന വാല്യുവേഷൻ അല്ലെങ്കിൽ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസിൽ വരുമ്പോൾ അത് ഇൻഡയറക്ട്ലി തീർച്ചയായിട്ടും മുരുകപ്പ ഗ്രൂപ്പിൽ അത് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ഓവർ വാല്യൂഡ് ആയിട്ട് നിൽക്കുന്ന CG പവറിൻ്റെ ചാർട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ പ്രദീപ്? തീർച്ചയായിട്ടും. സോ സൂരജ് എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴേക്കും naturally I want to take you through all the major Murugappa stocks. So അതിൽ CG പവർ വെച്ച് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് സെപ്റ്റംബർ മാസം മുതൽ തന്നെ CG പവറിന്റെ കേസിൽ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് CG പവറിന്റെ കേസിൽ ഡെഫിനറ്റ്ലി ദ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ഓൾറെഡി ബെയറിഷായി മാറിക്കഴിഞ്ഞു. ഇൻഫാക്ട് ഇറ്റ് ഹാസ് ബീൻ ബെയറിഷ് ഫോർ ദ ലാസ്റ്റ് നിയർലി 2 months. സോ ഈ CG പവറിന്റെ കേസിൽ അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഇത് 710 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ട്രെൻഡ് റിവേഴ്സൽ നടക്കാൻ പോകുന്നുള്ളൂ. അറ്റ് ദിസ് പോയിന്റ് ആ ഒരു പോസിബിലിറ്റി വളരെ കുറവായിട്ടാണ് കാണുന്നത്.
സോ അറ്റ് ദിസ് പോയിന്റ് ലോ റിസ്കുള്ള ഈ ഒരു സ്റ്റോക്കിൽ എനിക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ കേസ് ഇസ് ആക്ച്വലി എ ലിറ്റിൽ മോർ കൺസേണിങ്. ബിക്കോസ് ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ കേസിൽ ഒക്ടോബർ 2024 എനിക്ക് മേജർ ടോപ്പ് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ സെല്ലിംഗ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഈ ഒരു കേസിലും ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ മേജർ ഒരു സപ്പോർട്ട് കാണുന്നത് 2400 രൂപയില. ആൻഡ് ദർ ഇസ് എ റിയൽ റിസ്ക് ദാറ്റ് ഈ 2400 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. അറ്റ് ദിസ് പോയിന്റ് ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ് റിവേഴ്സലിന് ഒരു സെറ്റപ്പ് എനിക്ക് അറ്റ് ദിസ് പോയിന്റ് കാണാൻ സാധിക്കുന്നില്ല. കാർബോറൻഡും യൂണിവേഴ്സലിന്റെ കേസിലും വളരെ സിമിലർ പാറ്റേൺ. ഇൻഫാക്ട് ഈവൻ മോർ ബെയറിഷ്നെസ് ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നത്. മെയ് 2024 ഈ ഒരു സ്റ്റോക്കിന്റെ പീക്ക് ലെവല്. അതിനുശേഷം കാർബോറൻഡും യൂണിവേഴ്സൽ ഹാസ് മെറ്റ് വിത്ത് ഹെവി സെല്ലിംഗ്. എഗെയിൻ ഈ ഒരു കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയി തുടരുന്നു. ഇതിന്റെ ഒരു മേജർ സപ്പോർട്ട് കാണുന്നത് 800 rupeesലാണ്. താങ്ക് യു പ്രദീപ് സാർ, ഇത്ര അപ്ഡേറ്റ്സ് പങ്കുവച്ചത്. താങ്ക് യു വിഷ്ണു. Opening hours with MyFin.